ബഹ്റൈനിൽ നിന്നും സൊമാലിയയിലേക്കുള്ള മനുഷ്യക്കടത്തിനിടെ ഒമാൻ തീരത്ത് വെച്ച് 3 ഇന്ത്യക്കാർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളാണ് സാഹസികമായി രക്ഷപ്പെട്ടത്. സലാല തീരത്തെത്തിയ ഇവരെ ഇന്ത്യൻ കോൺസുലർ ഏജന്റിന്റെ സഹായത്തോടെ നാട്ടിലേക്ക് അയച്ചു. തമിഴ്നാട് കടലൂർ സ്വദേശികളായ വേദാചലം നടരാജൻ, അജിത് കനകരാജ, ഗോവിന്ദരസുരാജ എന്നിവരാണ് ദുരന്തമുഖത്ത് നിന്നും സാഹസികമായി രക്ഷപ്പെട്ടത്. ബഹ്റൈനിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ വീതം വാങ്ങിയാണ് ഏജന്റ് ഇവരെ കൊണ്ടുവന്നത്. എന്നാൽ ബഹ്റൈനിൽ എത്തിയപ്പോൾ ജോലി മറ്റൊരിടത്താണെന്നും കടൽ മാർഗം പോകണമെന്നും പറഞ്ഞു. 2 ദിവസം ഉരുവിൽ യാത്ര ചെയ്തിട്ടും ജോലി സ്ഥലത്തെത്താതെ വന്നതോടെയാണ് ചതി പറ്റിയെന്ന് മനസ്സിലായത്. 3-ാം ദിനം കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഉരു കപ്പൽ ചാലിൽ നിന്നും മാറ്റി നങ്കൂരമിട്ടു. രാത്രിയിൽ തീരത്തു നിന്നുമുള്ള വെളിച്ചം കണ്ടതോടെ മറ്റുള്ളവർ ഉറങ്ങിയ സമയം നോക്കി ഇവർ കടലിൽ ചാടി നീന്തുകയായിരുന്നു. സലാലയ്ക്കടുത്ത് താക്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയത്. ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഈ കാശും കൊടുത്ത് കബളിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സലാലയിൽ തന്നെ ഞാൻ ഏകദേശം 290 ആൾക്കാരെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിയുന്നതും ഇങ്ങനെയുള്ള ചതിയിൽ പെടാതെ നോക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ മനസ്സിലാക്കിയ സ്റ്റേഷനിലെ ഓപ്പറേഷൻ ഹെഡ് ഇന്ത്യൻ കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനനെ വിവരമറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം ഉടനെ സ്ഥലത്തെത്തിയാണ് മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിച്ചത്. പാസ്പോർട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ദേഹത്ത് കെട്ടിയിരുന്നതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനായതായി ഡോക്ടർ കെ സനാതനൻ പറഞ്ഞു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, സലാല.